NDA അല്ലെങ്കിൽ BJP വീണ്ടും അധികാരത്തിൽ വരും. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാണ്. എന്നാൽ ഇത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുറേ കാലങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം ഇല്ലാതാവും, ഭരണഘടന ഇല്ലാതാവും, ഇറാൻ അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു മതരാഷ്ട്രമായി ഇന്ത്യ മാറും. ഈ ആശങ്കയിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? ഇറാൻ അഫ്ഗാനിസ്ഥാൻ അല്ലേ ഇപ്പോൾ പറഞ്ഞ? ഇറാൻ അഫ്ഗാനിസ്ഥാനുമാണെന്ന് തോന്നുന്നു. ഒട്ടുമുക്കാൽ മുസ്ലിം രാജ്യങ്ങളാണ് മോഡി ആദരിച്ചത്, ഹയസ്റ്റ് ഓണർ കൊടുത്തത്. നമുക്കറിയാമല്ലോ, ഈജിപ്റ്റ് എന്തോ നൈലിൻ്റെ എന്തോ ഇതായിട്ടുള്ളത് കൊടുത്തു. എല്ലാ രാജ്യങ്ങളും മോഡി ആദരിക്കുന്നു. ആ രാജ്യങ്ങൾക്ക് വിവരമില്ലേ? അവർക്ക് നമ്മളെക്കാളും വിവരമുണ്ട്. അവരാദരിക്കുന്ന എന്തുകൊണ്ട്? UAE ആദരിച്ചു, സൗദി ആദരിച്ചു. ഇവർ ഈ പറയുന്ന എല്ലാ മുസ്ലിം ഫണ്ടമെൻ്റൽ മുസ്ലിംസ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് മോദി ആദരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാം. പിന്നെ ഇവിടെയുള്ളവർ ഈ ഇത് തക്കളിക്കപ്പുറം പോകാതെ തക്കളിക്കകത്ത് കിടന്നുകൊണ്ട് ഓരോന്ന് പറയുന്നത്. തക്കളിക്കപ്പുറത്തും പോകണം മോഡി ആരാണെന്ന് അറിയണമെങ്കിൽ. എന്താണ് അവിടെ വികസനം ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടെ നമ്മളിവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മളിവിടുത്തെ ഇപ്പോൾ ഈ റോഡുകളുടെ അവസ്ഥ ഉണ്ടല്ലോ, തിരുവനന്തപുരത്തെ ഇന്നത്തെ റോഡുകളുടെ അവസ്ഥ ആര് വരുത്തി വെച്ചു? അപ്പോൾ ഒരു സംസ്ഥാനത്തും ഇല്ല. അപ്പം ഈ രീതിയിൽ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയാണ്. പറഞ്ഞ് പേടിപ്പിക്കല്ലേ? എവിടെ പഴയ എന്താ പണ്ട് വരെ ഉള്ളൊരു എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങിയത്? അതിനാദ്യം ഉത്തരം പറയൂ. ഈ CPM വേറെ ഒരിടത്തും ഇല്ല. ഉള്ളിടത്തല്ല, 1 or 2 പേരോ കാണും. വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു, വെസ്റ്റ് ബംഗാളിനെ തൂത്തെറിഞ്ഞു കഴിഞ്ഞു. പണ്ട് എനിക്കറിയാം ജ്യോതി ബാസു ഉണ്ടായിരുന്നപ്പം അത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ CPM. അപ്പോൾ അവിടെ CPM എവിടെ പോയി? എല്ലായിടത്തും BJP ആണ്. പിന്നെ കുമാരനാശൻ പറഞ്ഞൊരു വിപ്ലവകരമായിട്ടുള്ളൊരു ലൈനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെ താൻ. ഇപ്പം നമ്മൾ പഴയ ചിന്തകളും തത്വങ്ങളും അവർ വന്നാൽ ഇന്ന നടക്കും, ഇവർ വന്നാൽ ഇന്ന നടക്കും, വല്ലതും നടക്കുന്നുണ്ടോ? ഇപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ M. മുകുന്ദനാണ് ഈ ഒരു പരാമർശം നടത്തിയത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകും, ജനാധിപത്യക്ക് ഇല്ലാതാവും, മോഡി വീണ്ടും അധികാരത്തിൽ വന്നാൽ. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ അതിൽ സത്യസന്ധത ഉണ്ടെന്ന് അർത്ഥമില്ല. സത്യസന്ധത ഉണ്ടോയെന്ന് അത് മുകുന്ദൻ തന്നെ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം M. മുകുന്ദൻ നല്ലൊരു എഴുത്തുകാരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മയ്യഴി പുഴയെ ശരിക്കും പറഞ്ഞാൽ ഒരു മിത്താക്കിയ ഒരു, എല്ലാവരും ഇപ്പം മാഹി നിൽക്കുമ്പോൾ മയ്യഴിപ്പുഴ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തിന് അത്രമാത്രം ഗ്ലോറിഫൈ ചെയ്ത ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന പണി ചെയ്താൽ പോരെ? ആയിട്ടില്ല എന്ന് പറയാക്കില്ല. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട്. എനിക്കൊരു അഭിപ്രായമുണ്ട്. അതിപ്പം നിങ്ങളുടെ അഭിപ്രായം ആവണമെന്നില്ല, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളുടെ അഭിപ്രായം ആവണമെന്നില്ല. ഇപ്പം നമ്മൾ 4 പേരിരിക്കുന്നു. 4 പേരിരിക്കുമ്പോൾ യു ക്യാൻ 10 ഡിഫറെൻ്റ് ഒപ്പീനിയൻസ്. അല്ലാതെ 4 പേരിരിക്കുമ്പോൾ 4 ഒപ്പീനിയൻ അല്ല കിട്ടുന്നത്. മാഡം ഒരു മാധ്യമപ്രവർത്തകയാണ്. അപ്പോൾ നമ്മൾ ഗൗരി ലങ്കേഷ് പറയപ്പെടുന്നത് ഹിന്ദുത്വ ഭീകരവാദികളാൽ വധിക്കപ്പെട്ടു എന്നാണ്. ഞാനും അത് അങ്ങനെയാണ് കേട്ടതും വായിച്ചതും എല്ലാം. ഇറ്റ് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷേ
നിങ്ങൾക്ക് തോന്നുന്നുണ്ട് BJP അത്ര മണ്ടന്മാരാണെന്ന്? പട്ടാപ്പകലെന്ന് അവർ പട്ടാപ്പകൽ സന്ധ്യാസമയത്ത് കണ്ടായിരുന്നു. അവരാരും ഓഫ് ചെയ്തിട്ട് വീട്ടിനകത്തോട്ട് കയറുന്ന സമയത്തായിരുന്നു. അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഗൗരി ലങ്കേഷിനെ ഒന്ന് ഇതാക്കിയിട്ട് പോകാനായിട്ട്. അതിൻ്റെ പിന്നിൽ ദർ ഈസ് മോർ ദാൻ വാട്ട് മീറ്റ്സ് ദ ഐ. ഉടനെ BJP എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. കാരണം അവർ BJP എതിർത്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ പറയാം BJP ആണ്. അത് എപ്പോഴും അങ്ങനെയാണ്. ഒരു എതിരാളി ഉണ്ടെങ്കിൽ ആ എതിരാളിയുടെ നേരെ കൈ ചൂണ്ടുകൊള്ളും. അപ്പോഴും ശരിക്കുള്ള അപരാധി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ തൊട്ടടുത്ത് തന്നെ. നമ്മളെ എപ്പോഴും പറയില്ലേ, നമ്മൾ തേടുന്നത് നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. കൺമുന്നിൽ തന്നെ ഉണ്ട്. അപ്പം ആ ഒരു ഇപ്പം ഗൗരി ലങ്കേഷിനാണെങ്കിലും ഇറ്റ് ഈസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. വേറെ 1-2 പേരും ഉണ്ട് നോർത്ത് ഇന്ത്യയിലും. അവരുടെയൊക്കെ ആ ഒരു ആനിവേഴ്സറി വരുമ്പം പേര് വിട്ടുപോയി. അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവിടുത്തെ ജേർണലിസ്റ്റുകളും എല്ലാവരും ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കൽ ഒരു സോളം ഇതായിട്ട്. പക്ഷെ അതും ഫിസിൽ ഔട്ട് ചെയ്തു. അതെന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? ഇപ്പോൾ ഒരു വ്യക്തി ഒരു മഹത് വ്യക്തിയാണെങ്കിൽ അവരുടെ ഇത് എന്നും നിലനിൽക്കണ്ടേ അല്ലേ? അത് ഫിസിൽ ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാഡം കുറേ കാലം കേരള കൗമുദിയിലെ മാധ്യമപ്രവർത്തകയായിരുന്നു. ഇപ്പോഴുമാണ്. അപ്പം ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സർക്കാരിനെ വിമർശിക്കുക, സർക്കാരിൻ്റെ തെറ്റുകുറ്റങ്ങൾ പ്രത്യേകിച്ചും BJPയുടെ ചൂണ്ടിക്കാണിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭയം അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? താന്തോന്നി തരങ്ങളില്ലാതായി. അതാണ് താന്തോന്നി ഇല്ലാതായി. അത് ഒരുപാട് നമ്മുടെ പ്രസ്സിന് കടിഞ്ഞാണില്ലാത്ത കുതിര കണക്കാണ്. അതായത് മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് അല്ല മാധ്യമ. അത് രാജീവ് ഗാന്ധി ആദ്യമായിട്ട് പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം ആദ്യമായിട്ട് അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രസ് ആയിട്ടൊരു ഇൻ്ററാക്ഷൻ ഉണ്ടായിരുന്നു. അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അന്ന് രാജീവ് ഗാന്ധി അടുത്ത് ഇതേ ചോദ്യം ഫ്രീഡം ഓഫ് ദ പ്രസ് കുറിച്ച് ചോദിച്ചു. അപ്പം രാജീവ് ഗാന്ധി പറഞ്ഞ മറുപടി എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. രാജീവ് ഗാന്ധി പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് അവിടെ ഫ്രീഡം ഓഫ് ദ പ്രസ് ഒപ്രസ്ഡ് ആണെന്ന് തോന്നും, പക്ഷേ അവിടെയുള്ള പ്രസ് എൻജോയ് മോർ ഫ്രീഡം ദൻ യു ദൻ അമേരിക്കൻ പ്രസ്. കാരണം അമേരിക്കൻ പ്രസ്സിൽ നമുക്ക് എന്തെങ്കിലും എഴുതി വി കാൺ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. അവരുടനെ സൂ ചെയ്യും. അവിടെ നിയമങ്ങളുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ നിയമങ്ങളിൽ പിടിക്കാറില്ല. പ്രസ്സല്ലേ, കണ്ണടച്ചു കൊടുക്കും. ഇപ്പോൾ പ്രസ് പറയുന്നതിന് എല്ലാത്തിനും ഒരു കോടതിയിൽ പോയാൽ അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല. എന്തെങ്കിലും വളരെ ഗുരുതരമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ കോടതിയിൽ പോണ പ്രശ്നമുള്ളൂ. അപ്പം രാജീവ് ഗാന്ധിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്ധകാലത്തെ ഇതുണ്ട്. അപ്പം ഇപ്പം മോഡി വന്നതിന് ശേഷം പ്രസ്സിന് ഒത്തിരി ജാഗ്രതയുണ്ട്. എന്താണ് എഴുതേണ്ടത്, എവിടം വരെ എഴുതാം, എങ്ങനെ എഴുതണം എന്നുള്ളത്. പണ്ടങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആർക്കും എന്തും ആരെക്കുറിച്ചും എഴുതായിരുന്നു. അതിന് കുറച്ചൊരു കടിഞ്ഞാനിടണം. അല്ല, അതിന് നല്ലവണ്ണം സ്ട്രീം ലൈൻ ചെയ്തു. എന്നുവെച്ചാൽ പ്രസിൻ്റെ ഡ്യൂട്ടി ചെയ്യുക, പൊളിറ്റീഷ്യൻസ് ഡു ദെയർ ഡ്യൂട്ടി. രണ്ടും കൂടെ ഒരുമിച്ച് വരണ്ട.
പ്രസിഡന്റ് ഡ്യൂട്ടി ഇന്ന് കൃത്യമായിട്ട് അവർ ഭംഗിയായിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇന്നുണ്ട് എന്ന് മാം ഇന്ന് ഉണ്ട്. കാരണം പണ്ട് UPA ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പം പ്രമുഖരായിട്ടുള്ള ജേർണലിസ്റ്റ്, സോ കോൾ ജേർണലിസ്റ്റ്, അവർക്കൊക്കെ അന്നത്തെ UPA ഗവൺമെൻറ്റിലുള്ള ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ, ആരുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ പലർക്കും രാജ്യസഭാ സീറ്റാണ് സേഫ്, ആർക്കും പോവാം. പിന്നെ ഒരു മീഡിയ ആളിനെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ആ ഒരു രാജ്യസഭ എലക്ഷൻ പ്രോസസ്സിലും പോകണ്ട. മീഡിയ പേഴ്സണൽ ലതാ മങ്കേഷ്കറിനൊക്കെ നോമിനേറ്റ് ചെയ്യുന്നില്ലേ, അവരും ഇത് പോളിറ്റിക്സുമായിട്ടൊരു ബന്ധവുമില്ല. അവരൊരു പാട്ടുകാർ, ഈസ് എ ലെജൻഡറി സിംഗർ ഓഫ് ഇന്ത്യ, MP സ്ഥാനം കൊടുത്തു. ജയാ ബച്ചൻ, ഓഫ് കോഴ്സ് അവർക്ക് കുറച്ച് പോളിറ്റിക്സൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെ ഇപ്പം പോളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ലോക്സഭയിൽ അങ്ങനെയല്ല. അപ്പം ഇത് അന്നത്തെ ഗവൺമെൻറ് ആണ് മീഡിയ ഒരുപാട് സ്പോയിൽ ചെയ്ത്. ഇപ്പം മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ഓൾ ഫോറിൻ ട്രിപ്സ് ക്യാൻസൽഡ്. മറ്റാണെങ്കിൽ ഫോറിൻ ട്രിപ്സ് പോകാനായിട്ടാണ് ജേർണലിസ്റ്റിൻ്റെ ഒരു വൻ നിര തന്നെ കാണും. നാഷണൽ മീഡിയ, റീജിയണൽ മീഡിയ, അത് അവരവരുടെ ഫേവറേറ്റ്സിനാണ് കൊണ്ടുപോകണം. അങ്ങനെ കാണും. നത്തിങ് ഡൂയിങ്. പത്രസമ്മേളനം ആവശ്യത്തിനുണ്ടാവും. അന്നാണെങ്കിൽ ഉണ്ട്, പ്രസ് മീറ്റ് ഉണ്ട്, പ്രസ്സിന് ഡിന്നറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാം കേട്ടില്ല. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിൽക്കുക. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മികച്ച 5 ഹൈലൈറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് മാം പറയാൻ എന്തൊക്കെ പറയും? ഒന്ന് പേയ്മെൻറ്റ്സ് ഫാസ്റ്ററാക്കി, ഏറ്റവും വലിയ കാര്യമല്ലേ അത്. കാരണം മറ്റാണെങ്കിൽ നമ്മൾക്ക് ചില്ലറ വേണം, ചില്ലറ നോക്കുമ്പോൾ കാണില്ല. രാവിലെ 100 രൂപയായിരിക്കും ഇരിക്കുന്നത്. അപ്പം രാവിലെ ഒരു ഓട്ടോക്കാരൻ്റെ 100 രൂപ എടുത്ത് അയാളോട് പോകും. രാവിലെ 6 മണിക്കും 7 മണിക്കും ഒക്കെ ബസ് സ്റ്റാൻഡിൽ വരുന്നവരോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരോ അവരുടെ കയ്യിൽ ലൂസായിട്ടുള്ള ചില്ലറ കാണില്ല, അവർ ചെയ്യും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എല്ലാ ഓട്ടോകളിലും, ഞാൻ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിലും പോയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ബസ് മാത്രം പോയിട്ടില്ല, പക്ഷേ അല്ലാത്തതിലെല്ലാം ഇപ്പം അവർ ഇത് ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് QR കോഡ് ഇട്ടേക്കും. നമുക്കെന്തൊരു കൺവീനിയൻ്റാണ്. പിന്നെ ഹൈവേസ്, നമ്മൾ ഇങ്ങോട്ട് മാത്രമേ അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോൾ കണ്ടില്ലേ, മറ്റേ കൊച്ചി ധനുഷ്കോടി റോഡ്, അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ റോഡ്. ഇത് മനോഹരമായിരിക്കുന്നു ആ റോഡ്. അങ്ങനത്തെ റോഡ് നമുക്ക് നമ്മളുടെ കേരളത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് സങ്കല്പിക്കാൻ ഒക്കൂ. ഹൈവേസ്. പിന്നെ സുകന്യ എന്ന് വേണ്ടൊരു സ്കീം, പെൺകുട്ടികൾക്കായിട്ടുള്ള, ജസ്റ്റ് ഫോർ ദ ഗേൾ ചൈൽഡ്. നമ്മൾ ഇത്രയും നാൾ എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്? ഈ പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ കൊന്നുകളയുക, ഇത് മൂക്കിൽ എന്തോ ഇത് നെല്ലിട്ട് കൊന്നുകളയുക, അങ്ങനെ ഒരുപാട് വളരെ ക്രൂഡ് മെത്തേഡ്സാണ്. ഇപ്പം അങ്ങനെയല്ല. ഇതൊക്കെ അത് പണ്ടും UPA ഗവൺമെൻറ് ട്രൈ ചെയ്യുന്നു, ബട്ട് they were lenient. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയി എന്നുള്ളൊരു മട്ടൻ. പക്ഷേ മോഡി ഗവൺമെൻറ് അങ്ങനെയല്ല. ഇതിൽ അറിഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നാരീശക്തി എന്നും വേണ്ട, സ്ത്രീകളുടെ ആയിട്ടുള്ള ഇപ്പം നമ്മളുടെ ഇവിടെ തന്നെ കുടുംബശ്രീ എന്നുണ്ട്. പക്ഷേ ആ കുടുംബശ്രീ അതിന് വേണ്ടുന്ന രീതിയിൽ അവർക്ക് അത് കൊടുക്കുന്നില്ല. കാരണം ഇപ്പോഴും അവർ ഇത് തൂക്കാനും
അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് സമൂഹം കാണുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ഈ ഇവിടുത്തെ കുടുംബശ്രീയാണ് ബാക്കിയുള്ളിടത്തെല്ലാം അവർ പല രീതിയിലും സേവിങ്സും എല്ലാം ഉള്ളത് മോഡി ഗവൺമെൻറ്റിൻ്റെ. പിന്നെ മോഡി ഗവൺമെൻറ് ഉണ്ടോയെന്ന് വേറൊരിത് വിച്ച് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിനും ക്വാളിഫൈ ചെയ്യായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് എൻട്രീസ് ഉണ്ടായിരുന്ന കാണില്ലായിരുന്നതാണ് വിശ്വകർമ്മ അവാർഡ്സ്. വിശ്വകർമ്മ അവാർഡ് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ? എത്രയോ പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തൊഴിൽ തലമുറകളായിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ്, അത് എത്രയോ ഇല്ലായ്മയായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അതിന് അറിയാവുന്നവരാരുമില്ല. നമ്മൾ ആറന്മുള കണ്ണാടിയില്ലേ, ആറന്മുള കണ്ണാടി കേരളത്തിൻ്റെ മാത്രമാണ്. അതിന് എന്തുകൊണ്ട് അവർ അപ്പം ആൾക്കാരിലോട്ട് മോഡി ഗവൺമെൻറ് എന്തെങ്കിലും അവാർഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലോട്ട് എത്തുന്നില്ല. അതിന് ഇവിടുത്തെ പല രീതിയിലും ബ്ലോക്ക് വരുന്നുണ്ട്. വൺ ഈസ് ത്രൂ മീഡിയ അഗെയിൻ. മാത്രമല്ല രാമക്ഷേത്രം നിർമ്മിച്ചു, ശ്രീരാമക്ഷേത്രം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അതൊക്കെ കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. മുത്തലാഖ് ഈ അറബ് രാജ്യങ്ങളിലേ ഇല്ല. ഇപ്പം അവന് ഇന്ത്യയിൽ എന്തിനു വേണം? സൗദി ഈസ് ഓപ്പണിങ് അപ്പ് ലൈക്ക് എനിത്തിങ്. ഓഫ് കോഴ്സ് മിസ് ഇന്ത്യയിൽ മിസ് യൂണിവേഴ്സിനൊക്കെ പോകുന്നത് അത് ഫേക്ക് ന്യൂസ് ആയിരുന്നു. പക്ഷെ അല്ലാതെ MPS അവിടുത്തെ ക്രൗൺ പ്രിൻസ് അദ്ദേഹം കിരീടാവകാശി വളരെ ലിബറലാക്കുകയാണ്. വൈ? ബിക്കോസ് സൗദി ഷുഡ് ബിക്കം വൺ ഓഫ് ദ ലീഡിങ് നേഷൻസ്. എല്ലാവർക്കും അങ്ങനെയല്ലേ? നമുക്ക് നമ്മുടെ രാജ്യം അധപ്പതിച്ച് കാണാനാണ് ആവശ്യം, ആഗ്രഹം. അതുകൊണ്ടാണ് മോഡി പറഞ്ഞത് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ XYZ, ഞാൻ പാർട്ടിയുടെ പിന്നാലെ പോകണില്ല, ഇന്ന പാർട്ടിന്ന്. ഏതൊരു പാർട്ടിയിൽ നിന്നാണെങ്കിലും ഉത്തമമായിട്ടുള്ളൊരു ഇത് കാണിക്കുമ്പോൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഇനിയൊരു മൂന്നാമത്തെ ടേം ഭരിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കുറച്ചും കൂടി ഒരു സെൻറ്റർ വ്യൂവിൽ ഇവിടെ സഞ്ചരിക്കണം എന്ന്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് മാം ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം അഭിപ്രായങ്ങൾ വരുന്നത് കഴിഞ്ഞ 2 ടേം മറ്റ് എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുമെങ്കിലും അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു വൈകാരികതയെ ഉണർത്തുക എന്ന് പറയുന്ന ഒരു സംഭവമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. അപ്പം ഇനി മൂന്നാമത്തെ ടേമിൽ അതിൻ്റെ ഒരു സഞ്ചാരം എങ്ങനെയായിരിക്കണം എന്ന് മാമിന് അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കല്പമുണ്ടോ? എനിക്ക് സങ്കല്പങ്ങളൊന്നുമില്ല. കാരണം ഹിന്ദുയിസം നടക്കുന്ന ഹിന്ദുയിസം ആരാണ്? ഹൂ ഇസ് എ ഫൗണ്ടർ ഓഫ് ഹിന്ദുയിസം? ആരുമല്ല. ഇസ്ലാമിന് നബിയുണ്ട്, ക്രിസ്ത്യാനിറ്റിക്ക് ക്രൈസ്റ്റ് ഉണ്ട്, ബുദ്ധിസത്തിന് ബുദ്ധ ഉണ്ട്, ജൈനിസത്തിന് മഹാവീറുണ്ട്. ഏത് മതവും ഇതെടുത്താലും അതിനൊരു ഫൗണ്ടറുണ്ട്. ഹിന്ദുയിസത്തിന് ആരാണ്? ഹൂ ഇസ് എ ഫൗണ്ടർ ഓഫ് ഹിന്ദുയിസം? ചിലരൊരു മനുസ്മൃതിയൊക്കെ വന്നത് പിന്നെയാണ്. ബേസിക് അന്ന് മനുസ്മൃതി വരുന്നതിന് മുമ്പും ഹിന്ദുയിസം ഉണ്ട്. അതായത് അങ്ങനെയല്ല, ഇന്ത്യയുടെ ഒരു സെക്യുലർ ഫാബ്രിക് നഷ്ടമാവുന്നു എന്നാണ് ആ പ്രചരണം. കറക്റ്റ് ഒന്നുമല്ല. ഇല്ല. അങ്ങനെയാണ് തെറ്റിദ്ധാരണാജനകമായി പലരും പ്രചരിപ്പിക്കുന്നത്. അതാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഒരു ഇന്ത്യൻ പൗരന് അപ്പോൾ അയാൾക്ക് തോന്നുന്നു ഇന്നത് ചില ഇത് ആക്സിഡൻറ്റ് സംഭവിക്കാം, അത് മനഃപൂർവ്വമാകും. ഇപ്പം അത് പറയില്ലേ, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന്. ആക്സിഡൻറ്റ്, അങ്ങനെ എത്രയോ ആക്സിഡൻ്റൽ സംഭവങ്ങളുണ്ടാവാം. അപ്പം അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പം
ഹാർഡ് കോർ ഹിന്ദുത്വ, പണ്ട് ഹിന്ദുത്വ മുദ്ര ഉണ്ടായിരുന്നു. ഞാനും അതിനെ എതിർത്തിരുന്നു പണ്ട്. പക്ഷെ അവർ ഭരണത്തിൽ വന്നപ്പോൾ വാജ്പേയിയുടെ കീഴിൽ ആ സമയത്ത് അവർ ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ശിവസേന ഷിഫ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ബാൽ താക്കറെയുടെ കീഴിൽ. ബാൽ താക്കറെ പോയതിനു ശേഷമാണ് ശിവസേന ലോസ്റ്റ് ദെയർ ടീത്ത്. ഇവൻ വാജ്പേയിയുടെ കാലത്ത് പോലും, വാജ്പേയിയുടെ കാലത്ത് വരെ ബാൽ താക്കറെ വാസ് എ ഫോഴ്സ്, നല്ലൊരു ഫോഴ്സായിരുന്നു. ഇപ്പോഴും പറയുന്നു RSSും മറ്റവരൊക്കെ പറയുന്നതാണ് BJP. നോ, നത്തിങ്. മോഡി മറ്റേ അജണ്ടയാണ് ഇതൊക്കെ. കാലഹരണപ്പെട്ട കാര്യങ്ങൾ അവർ ഒരു പ്ലാങ്കിലും ഉണ്ടായി. ക്യാൻ യു ഇമാജിൻ? അവർ 2 അംഗങ്ങളായിരുന്നു ലോക്സഭയിൽ. എത്രയോ വർഷം ജനസംഘമാണ് തുടങ്ങുന്നത് BJP, പിന്നെയാണ് BJP ആയത്. എത്രയോ വർഷം വെറും 2 അംഗങ്ങളായവരാണ് ഇപ്പം ഭരിക്കുന്നത്. എന്നിട്ട് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസ് പാർട്ടി മാത്രം. അന്ന് ഈ അലയൻസ് ഒന്നുമില്ല. അലയൻസ് തുടങ്ങിയത് തന്നെ കേരളത്തിലാണ്. അതൊരു പരീക്ഷാർത്ഥം തുടങ്ങിയതാണ്. പക്ഷേ അത് സക്സസ്ഫുള്ളായി. അങ്ങനെയാണ് പിന്നെ ഇപ്പം ഇവിടെ CPMും കോൺഗ്രസും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നത്. അപ്പുറത്തെ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവർ 2 ഒരുമിച്ചാണ്. അതങ്ങനെ വെക്കും. ഇവിടെ ഇതും ഇപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ മച്ചാനോ. അപ്പം അതിനേക്കാൾ എത്രയോ ഭേദമാണ്. ഒരാൾ ഇപ്പം ഒരു പാർട്ടി ഹിന്ദുത്വമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭരണഘടനയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം തന്നെയാണ്. ഭരണഘടനയിൽ തിരുത്തലുകൾ വരുത്തണം, ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. ഭരണഘടന തിരുത്തിക്കളയുന്നതാണല്ലോ പലരും വിമർശനങ്ങൾ തിരുത്തണം. ഒരുപാട് തവണ അമെൻമെന്റ് ചെയ്ത് ഇനിയും വേണം അല്ല ഒരുപാട് തവണ അമെൻഡ് ചെയ്തു. കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരുപാട് തവണ അമെൻഡ് ചെയ്തു. ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം മോഡി ഗവൺമെൻറ് വന്നിട്ട് എന്താണ് ചെയ്ത് 370 എടുത്ത് കളഞ്ഞു. 370 എന്ന് പറയുന്നത് അതൊരു താൽക്കാലികമായിട്ട് കാശ്മീരിന് വലുതായിട്ട് അവരൊരു സെൽഫ് ഇതായിട്ട് വരുന്നതിന് വരെ അവിടെ വരെ അവർ ഇതായിട്ട് കൊടുത്തതാണ്. നെഹ്റു ഓഫ് കോഴ്സ് നെഹ്റു ഒക്കെ അന്ന് ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആൾക്കാർ. അപ്പം അതിൽ തന്നെ താൽക്കാലികമാണെന്ന് നമ്മളെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞ കറക്റ്റാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടെമ്പററി അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ടെമ്പററി, ഇപ്പം നമ്മളൊരു വീട്ടിലൊരു ടെമ്പററി ആയിട്ടൊരു സംഭവം കെട്ടുന്നു, അത് നമ്മൾ വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യുക, അത് നമ്മൾ തട്ടിക്കളയും. ഒരു റൂമിന് താൽക്കാലികമായിട്ട് നമ്മളൊരു ചായപ്പോ വെച്ച് ഇതായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ മതിലിട്ടും പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും മോഡി വീണ്ടും അധികാരത്തിൽ വരും. അന്ധമായ BJP വിരുദ്ധത നല്ലതല്ല. മോഡിയെ പറ്റിയിട്ട് എന്താണ് അവരോട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തുറന്നു പറയാനും മോശം കാര്യങ്ങൾ അതേപടി പറയാനും എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, മോഡി നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എത്രയോ നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാരും പറയാത്ത എന്താണ്? ഇടത് മുന്നണിയുടെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇടത് മുന്നണി തന്നെ എന്താണ് ചെയ്യുന്നത്? മോഡി ഗവൺമെൻറ് ചെയ്യുന്ന പലതും അവരതേപടിയല്ലേ ഇവിടെ നിന്ന് നടപ്പിലാക്കുന്നത്. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്നുണ്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.